വീര്യം കുറഞ്ഞ മദ്യത്തെ ചൊല്ലി കേരളത്തിൽ വലിയ വിവാദം നടക്കുന്നു. വാസ്തവം പറഞ്ഞാൽ അതിന് വിവാദത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വീര്യം കുറയ്ക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോരെ? ഏറ്റവും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അത് വീര്യം കുറയും. പിന്നെ സമാസമം വെള്ളമാകുമ്പോൾ അതിൻ്റെ പകുതി പിന്നെ ആ ആ വീര്യം പകുതിയായി കുറയും. അപ്പോൾ അങ്ങനെ വെള്ളം എത്ര കൂടുന്നോ അതനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ചൊല്ലിയൊരു വിവാദത്തിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. ആളുകൾക്ക് വീര്യം കുറഞ്ഞ ഇപ്പം മദ്യത്തിൽ 40% ആണെന്ന് തോന്നുന്നു ആൽക്കഹോൾ കണ്ടൻറ്റ്. 40% പിന്നെ എല്ലാത്തിലും തന്നെ. അതിൽ ചുരുക്കം ചിലത് മാത്രമാണ് അതിനേക്കാൾ കൂടുതൽ പിന്നെ മദ്യത്തിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല മദ്യങ്ങളും, പല വില കൂടിയ മദ്യങ്ങളും അതിൽ കൂടിയ കണ്ടൻറ്റ് ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കേരളത്തിൽ ഇത് വിവാദം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ കൈക്കൂലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൈക്കൂലി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്ര ഒരു മാസത്തിനുള്ളിൽ കൈക്കൂലി മേടിക്കാനുള്ള ശേഷി ആയിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിന്? അതിനുള്ള സാധ്യതയും കാണുന്നില്ല. പിന്നെ മദ്യത്തിന് ഈ വീര്യം കുറഞ്ഞാൽ ഇപ്പം 40% എന്നുള്ളത് 20% അല്ലെ 10%. 10%മാണ് പിന്നെ വൈനിനും മറ്റുമുള്ളത്. 10 മുതൽ 15 വരെ. പിന്നെ അതിൽ 8% മറ്റുമാണ് ഈ ബിയറിനുള്ളത്. അപ്പോൾ 5 മുതൽ 8 വരെ എന്ന് പറയുന്നു. അപ്പോൾ ബിയറ് ഈ 2-3 ബിയർ കഴിക്കുമ്പം 1-2 പെഗ് കഴിക്കുന്ന ആ ഫലം വരും. 2-3 പിന്നെ ഒരു ഗ്ലാസ്സോ അല്ല 1.5 ഗ്ലാസ്സോ ഒക്കെ വൈൻ കഴിക്കുമ്പോഴും ഈ 2 പെഗ് അടിക്കുന്ന ആ ഒരു അത്രമാത്രം ആൽക്കഹോൾ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പോൾ അത് മറ്റേത് എത്ര കുടിക്കുന്നു, ഇതെത്ര കുറച്ച് കുടിക്കുന്നു എന്നുള്ളതാണ് ആ വ്യത്യാസം ഇരിക്കുന്നത്. കുറച്ച് കുടിച്ചുകൊണ്ട് കൂടുതൽ വീര്യം കിട്ടും. പിന്നെ വൈനും ബിയറും ആകുമ്പോൾ കൂടുതൽ കുടിക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പെർസെൻറ്റേജ് കുറച്ച് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ഹാർഡ് സെൽസർ എന്നൊക്കെ പറഞ്ഞ് പലതരം മദ്യങ്ങളുമുണ്ട്. പലതരം ചെറിയ ഈ സോഡ പോലെ, അതായത് ക്യാനിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വോഡ്കയുടെ ഈ സെൽസർ വാട്ടറിൻ്റെ കൂടെ സോഡയുടെ കൂടെ ഇത്തിരി വോഡ്കയോ അല്ലെങ്കിൽ അതുപോലെ ടക്കീലയോ അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഇത് വരുന്നത്. ഹാർഡ് സെൽസർ എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളിൽ. അപ്പോൾ അതും വീര്യം കുറഞ്ഞ മദ്യമാണ്. പക്ഷെ അതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് കുടിക്കുന്നു അല്ലെ കൂടുതലായിട്ട് കുടിക്കും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. മദ്യമുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ കുടിക്കാം, കുടിക്കാതിരിക്കാം എന്നുള്ളതാണ് അവസ്ഥ. കുടിയന്മാരെന്തായാലും കുടിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ വില കൂട്ടി കൊടുക്കാതെ വില കുറച്ച് ഒരു റേഷൻ സമ്പ്രദായമോ വല്ലതും ഏർപ്പാടാക്കണം. ഒരു കുടിയന് ഒരു മാസം ഇത്ര കുപ്പി, 4 കുപ്പി വളരെ വില കുറച്ച്, അതിൽ കൂടുതൽ വന്നാൽ പിന്നെ അവൻ വില കൂട്ടി മേടിക്കണം. ആ രീതിയിലെങ്ങാനും കൊണ്ടുവരേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നുന്നു. ഈ കുടുംബങ്ങളൊക്കെ കള്ളു കുടിച്ച് തകരാതിരിക്കാൻ ഒരാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം കണ്ടമാനം വില മേടിച്ചിട്ട് അവരുടെ കുടുംബം തകരുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ അത് കുറച്ച് ഒരു റേഷനിങ് അത്യാവശ്യം ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ പതിവ് പോലെ ഈ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരൊക്കെയാണ് ഈ മദ്യത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ. ഇപ്പോൾ ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വൈൻ തന്നെ അത് വീര്യം കുറഞ്ഞ ഒരു മദ്യമാണത്. വളരെ കുറച്ച് ചെറിയ വീര്യമേ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ അതുപോലും മദ്യത്തിൻ്റെ അംശമുള്ളതാണ്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്ര കിടന്ന് ബഹളം വെക്കുന്നതിനാണ്? ആ ആളുകൾ ആവശ്യമുള്ളവർ കുടിക്കും, കുടിക്കാതിരിക്കുക. അവൈലബിൾ ആയതുകൊണ്ട് കുടിക്കണം എന്നില്ല. വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ചാൻസ് എന്നാൽ വേണമെങ്കിൽ ഒരു പെഗ് അടിച്ച് കളയാമെന്നുള്ള ഒരു ചിന്താഗതി വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട് താനും. അതില്ല എന്ന് പറയാൻ ആവില്ല. പിന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യമൊക്കെ കിട്ടിയാൽ സ്ത്രീകളുമൊക്കെ കുടിയന്മാരായി മാറുന്ന ഒരവസ്ഥ വരുമെന്നാണ് പറയുന്നത്. അതിൽ അക്കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രയൊന്നും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഒരു സോഷ്യൽ പ്രഷറാണ് ഇക്കാര്യത്തിലുള്ളത്. ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ മദ്യം ഹറാമാണ്, അവരാരും തൊടത്തില്ല അറിഞ്ഞുകൊണ്ട്. പുരുഷന്മാർ, സ്ത്രീകൾക്ക് തീരെ അറിഞ്ഞുകൂടാതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിഭാഗം പുരുഷന്മാർ മദ്യപിക്കുന്ന മുസ്ലിങ്ങളും മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും അത്ര ഹറാമല്ല, ഹരം എന്ന് ഏതോ ഒരു സിനിമയിൽ കണ്ടതുപോലെ ചിന്തിക്കുന്നവരുമുണ്ട്. എങ്ങനെയായാലും ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വീര്യം കൂടിയതും വീര്യം കുറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. വീര്യം കുറഞ്ഞതായതുകൊണ്ട് എന്നാൽ ഒരു ബിയർ കഴിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോകാം അല്ലെങ്കിൽ കോളേജിൽ പോകാം എന്ന് നമ്മളാരും തന്നെ തീരുമാനിക്കുന്നില്ല. ഒരു സാമൂഹ്യ ചിന്താഗതി നമ്മളെ പഠിപ്പിക്കുന്നത്
പഠിപ്പിക്കുന്നത്, ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത് ആണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. ഇപ്പം പുകവലി പണ്ടത്തെ പോലെ ആ പുകവലി ഇല്ല. ആളുകളോട് പറഞ്ഞ് ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. പുക ഡർട്ടിയാണ്, അത് തൊട്ടു പോകരുത്. പിന്നെ നമ്മൾ ഡർട്ടി ആയിട്ടുള്ളൊരു സാധനം നമ്മൾ വലിച്ചു കയറ്റുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ ആ ഒരു ചിന്താഗതി ലോകമെങ്ങും ആ പുകവലിയോടുള്ള ആ ഭ്രാന്ത് അങ്ങ് കുറഞ്ഞിരിക്കുന്നു. ഇപ്പം ബ്രിട്ടനിലൊക്കെ 18 വയസ്സിൽ ഇനി 2008 എത്രയോ പിന്നെ നാളുകൾക്ക് ശേഷം പിന്നെ 2028 തോന്നുന്നു അല്ലേ, പിന്നെ 18 വയസ്സിൽ കൂടുതലുള്ള പിന്നെ 18 വയസ്സിൽ താഴെയുള്ളവർക്ക്, അതോ 18 വയസ്സ് ആ സമയത്ത് 18 വയസ്സാവുന്നവർക്ക് അതിനുശേഷം പിന്നെ അവർക്ക് പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ കൊടുക്കില്ല. അപ്പോൾ ആ പുകയില ഒരു തലമുറയിൽ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ മദ്യത്തിനും ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണ്. ഇത് നന്നല്ല, ചെറുപ്പത്തിൽ തന്നെ ഇത് ശരിയല്ല, ഇത് ദോഷകരമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മദ്യത്തേക്കാൾ എത്രയോ ദോഷകരമായ ഈ കടുത്ത തരം മയക്കുമരുന്നുകൾ കേരളത്തിൽ പ്രചരിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് തടയേണ്ടത്. കഞ്ചാവ് പോലെയുള്ള ചെറിയ വിപത്തുകളല്ല. കഞ്ചാവൊക്കെ ഇവിടെ അനുവദനീയമാണെന്ന് നമുക്കറിയാം. മരിവാന ഇവിടെ വലിക്കുന്നതും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം കൊണ്ട് പലയിടത്തൂടെയും നമുക്ക് നടക്കാൻ തന്നെ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ വീര്യം കുറഞ്ഞ മദ്യം വരട്ടെ, അതിനെന്താ. മദ്യം വീര്യമുള്ളതായാലും വീര്യമില്ലാത്തതായാലും ഫലം ഒന്ന് തന്നെ. ആളുകൾ എത്ര വീര്യമില്ലാത്തതാണെങ്കിൽ കൂടുതൽ കുടിക്കണം, ഈ വീര്യമുള്ളതിൻ്റെ ആ ഗുണം കിട്ടണമെങ്കിൽ. അപ്പം അതുകൊണ്ട് വീര്യം കുറഞ്ഞത് കൂടുതൽ ആളുകൾ വാങ്ങിക്കുടിക്കും എന്ന് പറയുന്നൊരർത്ഥമില്ല എന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ മദ്യഷാപ്പുകളൊക്കെ ഉണ്ടാകുന്നത് അത് ഇല്ലാതാക്കാനാവുമോ, ആളുകൾ അതിൻ്റെ ആ കച്ചവടം കുറയുമോ എന്നൊന്നും നമുക്ക് പറയാനാവില്ല. ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം അത് തുടരുക തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ രംഗങ്ങളിലും. അപ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക. ഇത് മോശപ്പെട്ട കാര്യമാണ്, ഇതുകൊണ്ട് ഗുണമില്ല, ദോഷമേ ഉള്ളൂ, കുടുംബം തകരും എന്നൊക്കെ പഠിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ഫലം ക്രമേണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല.